മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. സിംഹവായടച്ച കൈകൾ സങ്കടത്തിൽ താങ്ങാനുണ്ട്. കടലിൽ നടന്ന് ചരണം തളരാതെന്നും നടത്താനടുത്തുണ്ട്. കടലിൽ നടന്ന് ചരണം തളരാതെന്നും നടത്താനടുത്തുണ്ട്. കരുതിടുവാൻ ദൈവമുണ്ട്, കാത്തിടുവാൻ ദൂതരുണ്ട്. കരുതിടുവാൻ ദൈവമുണ്ട്, കാത്തിടുവാൻ ദൂതരുണ്ട്. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രമിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ വലിയവനായ ദൈവം നമ്മെ സൂക്ഷിച്ചു മനോഹരമായ പ്രഭാതം കാണുവാൻ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് തിമോത്തിയോസിൻ്റെ 1 തിമോത്തി 5 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ചില വാക്യങ്ങൾ നിങ്ങളോട് ചേർന്ന് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. ഈ 5 അധ്യായം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് സഭയിലെ ചില ക്രമീകരണങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1-2 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു സഭാ അധ്യക്ഷൻ, ഒരു മൂപ്പന് അല്ലെങ്കിൽ ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷകന്മാർ പല വിധത്തിലുള്ളവരോട് ഇടപെടേണ്ടി വരും എന്നുള്ള സത്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ചിലരെ എന്ത് ചെയ്യണം, ചിലരെ ശാസിക്കണം, മറ്റുള്ള കാര്യം ചിലരെ അഭിനന്ദിക്കണം. ചിലരെ പ്രായം കുറഞ്ഞ ശുശ്രൂഷകനാണെങ്കിൽ തന്നേക്കാൾ പ്രായമുള്ളവരെ ശാസിക്കുന്നത് പ്രായോഗികമായിട്ട് ചില പ്രയാസമായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോപവും അജ്ഞതയുമുള്ള ശാസന ഫലകരമല്ലല്ലോ. അതിനെന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ നിലയിൽ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ സഭയിൽ പലരായിരിക്കുന്നതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പൂർണ്ണ നിർമ്മലത പാലിക്കാനുള്ള പ്രബോധനവും ഇവിടെ കാണുകയാണ്. ഇന്നാളുകളായിട്ട് സഭകളിലുണ്ടാകുന്ന ധാരാളം അധാർമിക അനാശാസ്യ ചില കാര്യങ്ങളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വിവേകം അല്ലെങ്കിൽ ഈ വിവേചനപരം അവർക്കില്ലാത്തതുകൊണ്ടാണ്. ശുശ്രൂഷകന്മാരായിരുന്നാലും മറ്റിതര മൂപ്പന്മാരായിരുന്നാലും മറ്റിതര വിശ്വാസികളായിരുന്നാലും അവരുടെ ദൈവത്തിൻ്റെ സഭയായിരിക്കുന്ന ആ തോട്ടത്തെ കലക്കുക, അല്ലെങ്കിൽ പിശാച് അവരിലൂടെ എന്ത് ചെയ്യാണ്, അതെ ആ സഭയെ കലക്കുവാനായിട്ട് അല്ലെങ്കിൽ നാമാവശേഷമാക്കി തീർക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാണ്, പിശാച് ഏതെങ്കിലും നിലയിലുള്ള പ്രവൃത്തികൾ ഈ നാളുകളായിട്ട് എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ ഈ സമയത്ത് വെളിപ്പാട് 12-10 വാക്യം വരികയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ പിശാച് ദിവസേന തൻ്റെ സഹോദരന്മാരെന്ത് ചെയ്യണു, അവൻ ആ നിലയിൽ ദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയമില്ല, എങ്കിലും ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ വിവിധ പ്രായത്തിലും അതോടൊപ്പം തന്നെ ഭാവത്തിലും ഉള്ളതായ ആളുകളാണ് സഭയുള്ള. അവർ ഒരുമിച്ച് കൂടുന്നതാണ് സഭ എന്ന് പറയുന്നത്. ആ ഒരു സംഘം ആയിരിക്കുന്ന ദൈവസഭ, അവിടെ മൂത്തവർ കാണും, ഇളയവർ കാണും, വിവാഹിതർ കാണും, അവിവാഹിതർ കാണും, സ്ത്രീകൾ കാണും, പുരുഷന്മാർ കാണും, വിധവമാർ കാണും, അല്ലാത്തവരും കാണും. ഇവരെയൊക്കെ എന്ത് ചെയ്യണം? ഇവരെയൊക്കെ വാസ്തവത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ 40-11 വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു ഇടയനെ പോലെ എന്ത് ചെയ്യണം? അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ
മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ഈ കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ഒരു ഇടയൻ എങ്ങനെയായിരിക്കണം, ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, ഒരു മൂപ്പൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുകയാണ്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യണം. ഇതാണ് ഒരു സാക്ഷാൽ ഇടയൻ്റെ പിക്ചർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഈ കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് യെശയ്യാ 40:11 നമ്മൾ വായിച്ചു കേട്ടല്ലോ. ഇത് ഒരു നല്ല ഇടയൻ്റെ ചുമതലയാണ്. ശാസിക്കുവാനുള്ള നിർദ്ദേശം 2 തിമോത്തിയോസ് 4:2 അതോടൊപ്പം തന്നെ തീത്തോസ് 1:13 കാണുന്നുണ്ട്. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക എന്നും കഠിനമായി ശാസിക്കുക എന്നും ഈ വേദഭാഗങ്ങളിൽ എഴുതിയിരിക്കുകയാണ്. ഏതായാലും വിവിധ തരത്തിലുള്ള ശാസനകളെ പറ്റി, അവയുടെ ഫലങ്ങളെപ്പറ്റിയും തിരുവചനത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. അപ്പോൾ മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസനയാണ് നല്ലതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ സദൃശ്യം 27:5 വാക്യത്തിൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇയ്യോബ് പറയുന്നുണ്ട് 6:25 ആ വാക്യവും നമുക്ക് കാണാണ്ട് കഴിയും. അവിടെ എന്താണ് നമുക്ക് കാണുന്നത്? മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലതെന്ന് സഭാപ്രസംഗി 27:5 പറയുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 6:25 ആ കാര്യം നമുക്ക് കാണാണ്ട് കഴിയും. അവിടെ അത് ഇയ്യോബ് പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഭക്തനായ ഇയ്യോബും അത് ഈ കാര്യം വളരെ വ്യക്തമായിട്ടാണ് നമ്മെ ഓർപ്പിക്കുന്നത്. കാരണം അവരുടെ പക്കൽ എന്തുണ്ട്? അവരുടെ പക്കൽ ജ്ഞാനമുണ്ട്. അപ്പോൾ ജ്ഞാനത്തോടുകൂടിയും അവർ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. 6:25 ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നേരുള്ള വാക്കുകൾ എത്ര ബലം, നിങ്ങളുടെ ശാസനയ്ക്കോ എന്ത് ഫലം. അപ്പോൾ നേരുള്ള വാക്കുകൾ എന്ത് ബലം, നിങ്ങളുടെ ശാസനയ്ക്കോ എന്ത് ഫലം. അതുകൊണ്ട് ഇവിടെ ഇയ്യോബ് പറയുന്നത് നേരുള്ള വാക്കുകളും സ്നേഹത്തോടുള്ള ഇടപാടുകളും എന്ത് ചെയ്യാണ്? അത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശാസനയ്ക്ക് എന്തുണ്ടാകും? ഫലമുണ്ടാകുമെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സദൃശ്യം 27:5 പറഞ്ഞത് എന്താണ്? മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലതാണ്. അപ്പോൾ സദൃശവാക്യം നാം പഠിക്കുമ്പോൾ പിന്നെയും നമുക്ക് ധാരാളം ചിന്തകളാണ് ഇതിൽ ലഭിക്കുന്നത്. എന്തൊക്കെയാണെന്നറിയാമോ? അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ സദൃശ്യം 3:11 വായിക്കുന്നത്, ദൈവീയ ശാസനയെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നിഷേധിക്കാനായിട്ട് പാടില്ല എന്ന് ഇവിടെ ശലോമോൻ തൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസരിക്കരുത്, അവൻ്റെ ശാസനയിൽ മുഷികയും വരുത്. 15-ാം അധ്യായത്തിലേക്ക് നോക്കുക. സദൃശ്യം 15:5 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യം 15:5 വാക്യം, ഭോഷൻ അപ്പൻ്റെ പ്രബോധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായി തീരും. പ്രിയപ്പെട്ടവരെ, ഭോഷൻ ചെയ്യുന്നില്ല, അപ്പൻ്റെ പ്രബോധനം നിരസിക്കുകയാണ്. സഭയിൽ പ്രായമുള്ള എൽഡേഴ്സ് കാണാം, ശുശ്രൂഷകന്മാർ കാണാം, ഇവാഞ്ചലിസ്റ്റ് കാണാം. അവരുടെയൊക്കെ കർത്താവ് ശാസന എന്ത് ചെയ്യരുത്, നീ മുഷിഞ്ഞു പോകരുത് എന്ന് പറയുകയാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, ഏലി മക്കളെ ശാസിക്കാതിരുന്നത് കുറ്റകരമായി പോയെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1 ശമൂവേൽ 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. അപ്പോൾ നീതിമാന്റെ ശാസന എന്താണ്? സങ്കീർത്തനം 141:5 വാക്യത്തിൽ പറയാണ്, തലയ്ക്ക് എണ്ണയാണ്. നോക്കുക, ദൈവവചനം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. ജ്ഞാനിയുടെ ശാസന കേൾക്കണം. സഭാപ്രസംഗി 7:5. അപ്പോൾ കർത്തൃദാസന്മാർ ശാസിച്ചെന്ന് വരാം. 2 തിമോത്തി 4:2. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് ശുശ്രൂഷകന്മാരിൽ നിന്നും എന്ത് ചെയ്യാണ്? നാം അത് മനസ്സിലാക്കി അത് അംഗീകരിക്കുവാനായിട്ട് കടമ്പെട്ടവരാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നമ്മൾ ശാസിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നു. സദൃശ്യം 19:25 അവിടെ വായിക്കുന്നത്, അത് അനുസരിക്കുന്നവന് എന്ത് ചെയ്യണം? അത് ശാസിച്ചുകൊണ്ടിരിക്കണം. 25:12 സദൃശ്യം 25:12 ശാസന അനുസരിക്കാത്തവൻ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് 29-ാം അധ്യായം
സദൃശം 29-1 വാക്യത്തിൽ ആ കാര്യം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ നമുക്ക് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മെ ശാസിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ കൈക്കൊള്ളണം. അതിൻ്റെ അകത്ത് മുഷിയരുത്, അത് നിഷേധിക്കരുത്, അത് കുറ്റകരമായിട്ടാണ് അത് നാം എടുക്കരുത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ഇടയാകട്ടെ. സഭയിൽ വിവിധ ക്രമീകരണങ്ങളുണ്ട്, വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. ആ നിലയിൽ ശുശ്രൂഷകന്മാർ ഒരുപക്ഷെ നമ്മളെ ആ നിലയിൽ നമ്മളെ എന്ത് ചെയ്യും? ശാസിച്ചെന്ന് വരാം. അത് നാം ഗൗരവമായിട്ടെടുത്ത് നമ്മുടെ അനുഗ്രഹത്തിനായിട്ടും നന്മയ്ക്കായിട്ടും അത് നമ്മൾ സ്വീകരിക്കണം. കർത്താവ് യുവജനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ചെങ്കടൽ പിളർന്നു മുറ്റും തഞ്ചനത്തെ കാത്ത ദൈവം, ഏതു കഠിന വിഷമം വരിലും ആശ്രയിപ്പാൻ അടുത്തുണ്ട്. ഏതു കഠിന വിഷമം വരിലും ആശ്രയിപ്പാൻ അടുത്തുണ്ട്. കരുതിടുവാൻ ദൈവമുണ്ട്, കാത്തിടുവാൻ